ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ഏത് ഇമോഷനാണ് ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പാടായിട്ട് തോന്നുന്നത്? ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. എൻ്റെ കേസിൽ എനിക്ക് ഗ്രീഡായിരുന്നു ഏറ്റവും പാട് കൺട്രോൾ ചെയ്യാൻ. നിങ്ങളെൻ്റെ പഴയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഞാൻ വലിയ റേഞ്ചസാണ് പിടിച്ചിരുന്നത്. 1:6, 1:7, 1:5, 1:3, 1:2 എന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ 1:2 സെറ്റിൽ ചെയ്തു. അതിന് റീസൺ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ റീസൺ ഈസ് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ മാർക്കറ്റ് എല്ലാ പ്രാവശ്യവും നമുക്ക് 1:5 അല്ലെങ്കിൽ 7 നമുക്ക് അതുപോലത്തെ വലിയ റേഞ്ചസ് തരാറില്ല. ഇടയ്ക്കത് നല്ല റേഞ്ചസ് തരും, പക്ഷെ അതിന് ശേഷം ഓരോ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് മാറാൻ തുടങ്ങി. അപ്പോൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് 1:2 അതിൽ സെറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സോ ഐ ഹാവ് ചേഞ്ച് മൈ മോഡൽ. ഇപ്പോൾ 1:2 മാത്രമേ എടുക്കുന്നുള്ളൂ. അതിന് വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഡയറി എടുത്തിട്ട് ഞാൻ ജേർണൽ ചെയ്തു. അതിനകത്ത് എൻ്റർ ചെയ്തപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ഡു യു നീഡ്? കൂടുതൽ സമയം ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ സ്പെൻഡ് ചെയ്ത് വലിയ റേഞ്ചസ് പിടിക്കുന്നതാണോ വേർത്തിട്ട്, അതോ പെട്ടെന്നൊരു ട്രേഡ് ഫിനിഷ് ചെയ്ത് ബാക്കി ലൈഫ് എൻജോയ് ചെയ്യുക അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതാണോ ബെറ്റർ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ട് എനിക്ക് തോന്നുന്നത് ആ ഫുൾ ലൈഫ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ചാർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് വറീഡായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. 1:2 മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രേഡ് പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവുകയും ഒരുപാട് നേരം അത് ഇനി ഇൻ കേസ് ഒരു 1:2 ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റീട്രേസ്മെൻറ്റ് എടുക്കുമോ അല്ലെങ്കിൽ അത് റിവേഴ്സ് ചെയ്യാൻ പോവാണോ, അങ്ങനത്തെ ടെൻഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷോർട്ട് റേഞ്ച് അല്ലെങ്കിൽ 1:2 എന്നുള്ളൊരു RRലേക്ക് പോകുന്നതാണ് ഏറ്റവും ഐഡിയൽ എന്ന് എനിക്കിപ്പോൾ തോന്നി. സോ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. 1:2 എടുക്കുക, ഇറങ്ങുക. അതിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുമോ, അത് കൂടുതൽ വലിയ റേഞ്ചിലേക്ക് പോവുമോ അല്ലെങ്കിൽ വലിയ റേഞ്ച് തരുമോ ചെയ്താലൊന്നും ഞാൻ വറീഡല്ല. എനിക്ക് എൻ്റെ ട്രേഡ് കിട്ടി, ഐ എം ഹാപ്പി. എൻ്റെ ഡയറക്ഷൻ കറക്റ്റായിരുന്നു, എൻ്റെ അനാലിസിസ് കറക്റ്റായിരുന്നു, എൻ്റെ പ്രോബബിലിറ്റി എൻ്റെ ഫേവറായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ കൺസേൺ ഉള്ളൂ. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ ബെസ്റ്റ് ഡിസിഷൻ ദറ്റ് ഐ ഹാവ് റീസെൻ്റ്ലി ടേക്കൺ. നിങ്ങൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്? നിങ്ങൾ RR എങ്ങനെ ഫിക്സ്ഡ് ആണോ? നിങ്ങളുടെ ഇമോഷൻ എങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു? അല്ലെങ്കിൽ ഗ്രീഡ് എന്നുള്ള ഫാക്ടർ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് കൂടെ ഷെയർ ചെയ്യുക.